ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രോഹിത്തിന് എത്രയൊക്കെയായിട്ടും അലീനയോടുള്ള ദേഷ്യം മാറുന്നില്ല കേട്ടോ. അലീനയോട് രോഹിത് ഇങ്ങനെ വെറുപ്പ് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം അലീനയോട് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുക. അതുപോലെ നമ്മുടെ വൈജ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. വേറെ അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് മാറുമെന്ന് പറയുന്ന വൈജയെ ഗംഗേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ബാലചന്ദ്രനും എല്ലാവരും ഉള്ള വീട്ടിലേക്ക് വരുന്ന വൈജ എല്ലാവരോടും ദേഷ്യവും അമർഷവും എല്ലാം കാണിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അലീനയെ കാണുമ്പോൾ വൈജയ്ക്ക് അങ്ങ് ഹാലിളകിയാണ് കേട്ടോ. അതേസമയം നമ്മുടെ രോഹിത് ആണെങ്കിൽ അലീനയോട് വല്ലാതെ ദേഷ്യപ്പെടുമ്പോഴേക്കും സത്യാവസ്ഥ എന്താണെന്നും ആരാണ് അലീന എന്നുള്ള രഹസ്യമൊക്കെ രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ മനുശങ്കർ. അങ്ങനെ ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രോഹിത്തും അലീന തൻ്റെ സഹോദരിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് അലീന ചെല്ലാണ്. അലീന ചെന്ന്, രോഹിത്തെ, നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. രോഹിത്താണെങ്കിൽ പുതപ്പ് ഒന്നുകൂടി നന്നായിട്ട് മൂടിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അലീന പതുക്കെ രോഹിത്തിൻ്റെ മുഖത്ത് ഒന്ന് സ്പർശിച്ചിട്ട് പറയാം, രോഹിത്തെ, നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്നോട് എനിക്കൊരു വെറുപ്പുമില്ല. നീ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ശരണ്യയോട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്തിനാ എന്നോട് ഈ വെറുപ്പ് കാണിക്കുന്നത്? നിനക്ക് ജാമ്യം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും കൈ തട്ടി മാറ്റുകയാണ് രോഹിത്ത്. അങ്ങനെ രോഹിത്ത് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കും, ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. അപ്പോൾ നിൻ്റെ ഈ ദേഷ്യമൊക്കെ മാറും. സാരില്ല, നീ വിശ്രമിക്ക്. എന്തായാലും അമ്മ ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് പറയുന്നത് കേട്ടത്. വേറെ അപ്പാർട്ട്മെൻ്റ് എടുത്ത് നിങ്ങളെ അങ്ങോട്ട് താമസിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് പറഞ്ഞത് എന്ന് പറയാണ്. ഏതായാലും രണ്ടുപേരും കൂടി ഈ വീട്ടിൽ ചേർന്ന് പോകുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യവും വൈരാഗ്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോയിക്കോളാം. ഇവിടെ അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുക. അപ്പോഴും രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ വൈജയാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ പോവാണല്ലോ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന വൈജ വേറെ അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് ബബിതയും രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് വൈജയുടെ പ്ലാന്. അങ്ങനെ വൈജ ബബിതയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബബിതേ, ഞാൻ വേറെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ വീട്ടിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ബാലചന്ദ്രനും ഞാനും തമ്മിൽ ചേർന്ന് പോകാൻ പോകുന്നില്ല. മാത്രവുമല്ല, ആ അലീന അവിടെ ഇല്ലേ, അവളുള്ളപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേ, വേറെ അപ്പാർട്ട്മെൻറ്റൊന്നും എടുക്കണ്ട, നമുക്ക് ഇവിടെ അങ്ങ് ജീവിക്കാം. പിന്നെ അലീന ഇവിടുത്തെ ഒരു ജോലിക്കാരിയെ പോലെ അങ്ങ് കഴിഞ്ഞു പോകുന്ന ആളല്ലേ. അതിനിപ്പം അമ്മയ്ക്ക് എന്താ വെറുപ്പ്? അങ്ങനെ നമ്മൾ വേറെ മാറിപ്പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവേ ഉള്ളൂ. അത് ഞങ്ങൾ മക്കൾക്ക് സഹിക്കാവുന്നതിലപ്പുറം അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഓഹോ, നിൻ്റെയൊക്കെ മനസ്സും ആ ബാലചന്ദ്രൻ മാറ്റിയെടുത്തല്ലേ. അപ്പോൾ അമ്മയുടെ കൂടെ വന്ന് നിൽക്കാനൊന്നും നിനക്കൊന്നും താല്പര്യമില്ലല്ലേ. അച്ഛൻ്റെ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ നിൽക്കുന്നതല്ലേ. എവിടെ മോൻ രോഹിത്ത്? അവന് ജാമ്യം കിട്ടിയിട്ട് എത്ര ദിവസമായി? എന്നിട്ട് അവൻ എന്നെ ഒന്ന് ആശുപത്രിയിൽ വന്ന് കണ്ടോ? അവനൊന്ന് വിളിക്കുക കൂടി ചെയ്തില്ല. കഴിഞ്ഞ ദിവസവും നിൻ്റെ കയ്യിൽ ഫോൺ തന്ന് അവൻ്റെ കൊടുക്കാൻ പറഞ്ഞപ്പം അവനൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തത്. ഏതായാലും അവൻ ചെയ്തത് വളരെ മോശമായി പോയി. കുടുംബത്തിന് കൂടി നാണക്കേട് ഉണ്ടാക്കി വെച്ചു. എന്തായാലും ആ ചീത്ത കൂട്ടുകെട്ടിപ്പോയി അവൻ വീണില്ലേ. എന്നിട്ടിപ്പം ജാമ്യം കിട്ടിയല്ലോ എന്ന് പറയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, അത് രോഹിത്തിന് ജാമ്യം കിട്ടാൻ കാരണം അലീനയാണ് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അലീനയോ? അവൾ എന്ത് ചെയ്തു? അവൾ എന്ത് ചെയ്തിട്ടാണ് രോഹിത്തിന് ജാമ്യം കിട്ടിയത്? അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ മോൻ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതാ ശരണ്യ എന്ന് പറയുന്ന പെണ്ണ് വിളിച്ച് പറഞ്ഞല്ലോ, രോഹിത്തിന് അതിലൊരു പങ്കും ഇല്ല എന്നുള്ള കാര്യം. ഹരിയാണ് എല്ലാം ചെയ്തതെന്നും പ്ലാൻ ചെയ്തതെന്നും രോഹിത് അതിൽ പെട്ടുപോവുകയായിരുന്നെന്നും ആ പെണ്ണിൻ്റെ ശരീരത്തെ പോലും രോഹിത് ഒന്നും തൊട്ടിട്ടില്ല എന്നും ഒക്കെയുള്ള കാര്യം, രോഹിത്തിനെ അവർ മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ള കാര്യവും ഒക്കെ ആ ശരണ്യ വിളിച്ച് പറഞ്ഞതല്ലേ കോടതിയിൽ. അതുകൊണ്ടല്ലേ എൻ്റെ മോൻ രോഹിത്തിന് ജാമ്യം ലഭിച്ചത്. അല്ലാതെ അലീന അവൾ എന്ത് ചെയ്തിട്ടാ എന്ന് പറയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, അല്ല, അലീനയും ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ശരണ്യെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് അലീനയാണെന്നാണ് പറയുന്നത്. ഓഹോ, അവൾ പറയിപ്പിച്ചിട്ടാണ് എൻ്റെ മോന് ജാമ്യം കിട്ടിയതെങ്കിൽ അത് കിട്ടാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. അവൻ ആ ജയിലിൽ തന്നെ കിടക്കുന്നതായിരുന്നു നല്ലത്. അല്ലാതെ അവൻ വീട്ടിലേക്ക് വരണ്ടായിരുന്നു എന്നൊക്കെ പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല, നീയും രോഹിത്തും എൻ്റെ കൂടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരണം. കൃഷ്ണമോള് എന്തായാലും വരാൻ പോകുന്നില്ല. അവൾ അച്ഛൻ്റെയും ചേച്ചിയുടെയും കൂടെയേ നിൽക്കുള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എന്ന് പറയാണ്.
അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് അമ്മേ, അച്ഛൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അതെന്താ സമ്മതിക്കാത്തത്? നിങ്ങളെല്ലാം ഇപ്പം കാല് മാറിയോ? നീ ആ ഫോണൊന്ന് രോഹിത്തിൻ്റെ കൈ കൊടുത്തേ, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണമെന്ന് പറയാം. അപ്പോഴേക്കും പറയുന്നുണ്ട് ബബിത, രോഹിത്ത് അവൻ്റെ മുറിയിലാണ്, ഏത് സമയവും പുതച്ച് മൂടി കിടക്കുക, ആരോടും സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. എൻ്റെ മോൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ആ അലീന എന്ന് പറയുന്ന അവള് ഭക്ഷണമൊന്നും ഉണ്ടാക്കി എൻ്റെ മോന് കൊടുക്കുന്നില്ലേ? അപ്പോഴേക്കും ബബിത പറയാ, അലീന ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്, അലീനയോടും സംസാരിക്കാൻ അവന് താല്പര്യമില്ല, അവനിപ്പോഴും അലീനയോട് ദേഷ്യം തന്നെയാ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ വൈജ പറയാണ്, അതെ, ഫോൺ കൊണ്ടുപോയി നീ രോഹിത്തിൻ്റെ കയ്യിലൊന്ന് കൊടുത്തേ. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ഫോണുമായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ബബിത. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, അമ്മയാ ഫോണിൽ സംസാരിക്കേ. അപ്പോൾ രോഹിത്ത് പറയാം, വേണ്ട, എനിക്ക് ആരോടും സംസാരിക്കാനില്ല, ഇനി എന്ത് വിശേഷം അറിയാനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്പീക്കർ ഫോണിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ ബബിത. അപ്പോൾ ഉടനെ വൈജ ഇത് കേട്ടിട്ട് പറയാ, എന്താ രോഹിത്തെ നീ ഇങ്ങനെ? രോഹിത്, നിനക്ക് എന്താ പറ്റിയെന്ന്? നിനക്ക് തെറ്റ് സംഭവിച്ചു എന്ന് എനിക്കറിയാം, അത് നിന്നെ ആരൊക്കെയോ കൂടി ചതിച്ചതാണെന്ന് മനസ്സിലായി, കോടതിക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ട് മോനെ നിനക്ക് ജാമ്യം ലഭിച്ചില്ലേ? ഇനിയിപ്പം നിനക്ക് എന്താ അമ്മയോട് ഇത്ര ദേഷ്യം? നീ ജാമ്യം കിട്ടി വരുന്നത് കാത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു, എന്നിട്ടൊന്ന് ആശുപത്രിയിലേക്ക് വരാനോ ഒന്ന് വിളിച്ച് വിശേഷം അന്വേഷിക്കാനോ ഒന്നും നിനക്ക് പറ്റിയില്ലല്ലോ. ഞാൻ നിന്നെ വിളിച്ചിട്ടാണെങ്കിൽ നീ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്തില്ല. എന്താ രോഹിത്തെ ഇങ്ങനെ? നിന്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? ഞാൻ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയാണ്, ആ കൂടെ നീയും ബബ്ദിയും വരണം, നമുക്കവിടെ ഒന്നിച്ച് താമസിക്കാം. ബാലചന്ദ്രനും മൊത്ത് ഇനി ഒരു ജീവിതമൊന്നും എനിക്ക് പറ്റില്ല. ഇത്രയും നാളും തന്നെ കാടിച്ചു പിടിച്ച് ഇവിടം വരെ എത്തി. ഇപ്പോൾ അലീനയുണ്ടല്ലോ, അവളും മതി, ഞാനും അവളും കൂടെ ചേരില്ല. അവിടെ വെറുതെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ അമ്മയുടെ കൂടെ വരണമെന്ന് പറയാം. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഞാൻ എങ്ങോട്ടും വരാൻ തീരുമാനിച്ചിട്ടുമില്ല, എന്നെ ആരും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട, എന്നെ ഒന്ന് വെറുതെ വിടാവോ എന്ന് ചോദിച്ച് ഫോൺ പിടിച്ചു വാങ്ങി കട്ട് ചെയ്യാണ്. അപ്പോൾ വൈജയ്ക്ക് ആകെപ്പാടെ വിഷമാവാണ്. അങ്ങനെ വൈജ ഡിസ്ചാർജ് ആകുന്ന ദിവസമാവാണ് കേട്ടോ. അങ്ങനെ ഡിസ്ചാർജ് ആവാൻ പോകുമ്പോഴേക്കും അവിടെ ഗംഗേട്ടനും ശിവേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വൈജ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബില്ലെല്ലാം അടക്കിയൊക്കെയാണ്. ആ സമയത്ത് ഗംഗേട്ടൻ വന്നിട്ട് ചോദിക്കുക, വൈജേ, നീ ഇനി എങ്ങോട്ടാ? ബാലചന്ദ്രൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നില്ലല്ലോ. അല്ല, വന്നിട്ടും കാര്യമില്ല, നീ അയാളോടൊപ്പം പോവില്ലല്ലോ, പിന്നെ നീ ഇപ്പം എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടാക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകാനോ? ഞാനിനി അങ്ങോട്ട് പോയില്ല, ഞാൻ എന്തായാലും വേറെ അപ്പാർട്ട്മെൻറ്റിന് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി ഞാൻ താമസിച്ചോളാം. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയാണ്, നീ തനിയെ അവിടെ പോയി താമസിക്കുമോ? നിനക്ക് ഈ അവസ്ഥയിൽ തനിയെ താമസിക്കാൻ പറ്റുമോ? അപ്പോൾ വൈജ പറയാം, അതെന്താ ഞാൻ തനിയെ? എൻ്റെ മക്കളും എൻ്റെ കൂടെ വരും. കൃഷ്ണമോള് വന്നില്ലെങ്കിലും മറ്റവർ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ നിൽക്കും. ഇത്രയും നാളും അവരങ്ങനെ തന്നെയാണ് നിന്നത്, ഇനിയും അങ്ങനെ നിൽക്കും. ബാലചന്ദ്രൻ്റെയും ആ അലീനയുടെയും അഴിഞ്ഞാട്ടമൊന്നും കണ്ട് അവിടെ നിൽക്കാൻ എനിക്കും എൻ്റെ മക്കൾക്കും പറ്റില്ല. ഞങ്ങളങ്ങോട്ട് മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അപ്പം ഗംഗേട്ടൻ പറയും, ഓഹോ, നീ അപ്പോൾ അത് അങ്ങനെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? ആരെ കൂട്ടിക്കൊണ്ടു പോകുന്ന നീ പറയുന്നത്? നിൻ്റെ മക്കൾ രണ്ടുപേരും നിന്നോടൊപ്പം വരാൻ പോകുന്നില്ല. എന്താ എന്താ ഗംഗേട്ട ഈ പറയുന്നത്? അതെന്താ? ബബിതയും രോഹിത്തും എൻ്റെ ഒപ്പം തന്നെ വരും. അപ്പോൾ ഗംഗേട്ടൻ ആണായിട്ട് പറയാണ്, ഇല്ല, ബബിതയും രോഹിത്തും നിൻ്റെ ഒപ്പം വരില്ല, അവർ ആ വീട്ടിൽ തന്നെ താമസിക്കുകയുള്ളൂ. പിന്നെ പോയിട്ട് നീ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. പിന്നെ വൈജേ, നിന്റെ ഈ വാശിയൊക്കെ നീ കുറയ്ക്കണം. ബാലചന്ദ്രനും നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചു. അവസാനം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അയാളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയപ്പോഴാണ് അയാൾ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചത്. അതൊന്നും നീ മറക്കരുത്. ഈ നിമിഷം നീ ഇനിയിപ്പം ആ വാടക വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ കുടുംബമാണ്, നിന്റെ മക്കളെയാ. അവർ രണ്ടുപേരും പോലും നിന്റെ കൂടെ വരില്ല. കൃഷ്ണമോള് അല്ലെങ്കിലും വരില്ല. പിന്നെ ബാലചന്ദ്രന് ഒത്തൊരു ജീവിതമില്ലെങ്കിൽ നിനക്ക് നിന്റെ മക്കളെയും നഷ്ടപ്പെടും. അത്രയും നീ ആലോചിച്ചാൽ മതി. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോയി അവിടെ താമസിച്ച് പിന്നീട് മനപ്രയാസം ഉണ്ടാക്കണോ, അതോ ബാലചന്ദ്രൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ മക്കളോടൊപ്പം ജീവിക്കണോ, അത് നിനക്ക് തീരുമാനിക്കാം എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരില്ലെന്നാണ് പറയുന്നത്. അതെന്താ ഗംഗേട്ടാ? അതങ്ങനെ തന്നെയാണ്, അവരവിടെ നിൽക്കുള്ളൂ. ഞങ്ങളും അതിന് സമ്മതിക്കില്ല. നീ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നീയുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റിനും ഞങ്ങളാരും ഇല്ല. ഞങ്ങൾ പറയുന്നത് കേട്ട് നീ ബാലചന്ദ്രൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. അവിടെ അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുണ്ട്, അതിനെ കടിച്ച് തിന്നാനും കൊല്ലാനും ഒന്നും നീ ചെല്ലരുത്. അത് നീ മനസ്സിലാക്കണം. അത് ബാലചന്ദ്രൻ്റെ മോളാണ്. അയാൾക്ക് നിൻ്റെ മറ്റു മക്കളെപ്പോലെ തന്നെയാണ് അവളും. അങ്ങനെയുള്ളപ്പം അവളോട് നീ ഒരു വേർതിരിവോ വേലക്കാരിയാക്കി കണക്കാക്കാനോ ഒന്നും നിൽക്കണ്ട. ഇങ്ങനെ വയ്യാത്തൊരവസ്ഥയിൽ നീ അവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കണം. നിന്നെ അവിടെ കൊണ്ടുവിടാം എന്ന് പറയാണ് ഗംഗേട്ടൻ. അപ്പോഴേക്കും വൈജ പറയോ, ഓഹോ, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ടാണല്ലേ അങ്ങോട്ട് കൊണ്ടുവിടാമെന്ന്? അപ്പോൾ ഗംഗേട്ടൻ എന്നെ അങ്ങോട്ട് കൊണ്ടുവിടാനാണല്ലേ? ശരി,
ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. നിങ്ങളാരും എൻ്റെ കൂടെ വരണമെന്ന് എനിക്കൊരു നിർബന്ധവും ഞാനൊരു ടാക്സി പിടിച്ചാണെങ്കിലും പോയിക്കോളാം എന്ന് പറയുകയാണ്. അപ്പം ഗംഗേട്ടൻ പറയണ, അങ്ങനെ നീ ടാക്സി പിടിച്ച് പോകേണ്ട ആളൊന്നുമല്ല, ഞങ്ങളവിടെ കൊണ്ട് നിന്നെ ആക്കിയിട്ടേ പോരുന്നുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് വണ്ടിയെ കയറ്. ബാലചന്ദ്രൻ്റെ വീട്ടിൽ തന്നെ നീ താമസിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് മാറിപ്പോകാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനെ ഗത്യന്തരമില്ലാതെ എല്ലാം സമ്മതിക്കുകയാണ് കേട്ടോ വൈജ. അപ്പോൾ പോകുന്ന വഴിയെല്ലാം പറയുന്നുണ്ട് ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ, അത് വൈജേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ സ്വഭാവവും അത്ര നന്നൊന്നുമല്ല. നീ ബാലചന്ദ്രനെ എപ്പോഴും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇത്രയും നാളും അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു ഒക്കെ നിൽക്കുമായിരുന്നു. ഒന്നും മാർത്ത നിന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. പിന്നെ ഇപ്പോൾ അയാൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അയാൾക്കൊരു മോളുണ്ടെന്നുള്ള കാര്യം അയാൾ തുറന്നു പറഞ്ഞല്ലോ. ആ കുട്ടിയെ ആ വീട്ടിൽ കൊണ്ട് നിർത്തേണ്ടത് അയാളുടെ ആവശ്യമാണ്. നീയും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നെന്ന് നിനക്കറിയാലോ. നിന്റെ പഴയകാല ചരിത്രമൊന്നും ഞങ്ങൾ വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പലതും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്നിട്ടും അയാൾ അതൊക്കെ ക്ഷമിച്ച് നിൽക്കുന്നില്ലേ? ഇപ്പം അയാളുടെ മോളെക്കുറിച്ച് പറയുമ്പം നീ എന്തെല്ലാം മോശമാണ് പറയുന്നത്. അപ്പോൾ വൈജ പറയാണ്, ഇല്ല, ബാലചന്ദ്രൻ്റെ മോളൊന്നും അല്ലത്. ബാലചന്ദ്രന് അങ്ങനെ ഒരു മോളില്ല. ഇതിപ്പോൾ എന്തിനാണ് അലീനെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയാണ്. അപ്പം ഗംഗേട്ടൻ പറയാണ്, അയാളുടെ മോള് തന്നെയാണതെന്നല്ലേ അയാൾ പറയുന്നത്. അങ്ങനെ ഇപ്പം ആ മോളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതിന് നിനക്കെന്ത് പറയാൻ പറ്റും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, എനിക്കത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയണം. അങ്ങനെ വീടെത്തുകയാണ് കേട്ടോ. വീടെത്തുമ്പോൾ വൈജ വരും എന്നുള്ള വിവരം അറിഞ്ഞിരിക്കുകയാണ് അലീനയും വീട്ടിലുള്ളവരും. അലീന ആകെപ്പാടെ ടെൻഷനിലാണ്. അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, കൃഷ്ണമോളെ, അമ്മ ഇപ്പം വരുമെന്നല്ലേ പറഞ്ഞത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ ചേർന്ന് പോകുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതിൽ നല്ലത് അത് തന്നെയല്ലേ കൃഷ്ണമോളെ? അപ്പോൾ കൃഷ്ണമോള് പറയാണ്, എന്താ ചേച്ചി ഈ പറയുന്നത്? അലീന ചേച്ചി ഇവിടുന്ന് എങ്ങും പോകുന്നൊന്നുമില്ല. അമ്മ വന്നാൽ അമ്മയുടെ കാര്യം നോക്കി അമ്മ നിന്നോളും പഴയതുപോലെ. അലീന ചേച്ചി അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ഗൗനിക്കാൻ പോകണ്ട. ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അല്ലെങ്കിലും അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാൻ അച്ഛൻ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അച്ഛൻ സമ്മതിക്കില്ല അലീന ചേച്ചിയെ ഇവിടുന്ന് വിടാൻ. അമ്മ അലീന ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലും അച്ഛൻ അതെല്ലാം തടഞ്ഞ് നിർത്തും. അമ്മയെ കൊണ്ട് ഒന്നും അലീന ചേച്ചിയെ പറയിപ്പിക്കില്ല. അലീന ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയണം. അപ്പോഴേക്കും വേണ്ടേ കാറ് വന്ന് നിൽക്കുകയാണ് മുറ്റത്ത്. അങ്ങനെ ആ കാറിൽ നിന്നും വൈജ ഇറങ്ങാണ് കേട്ടോ. വൈജയ്ക്ക് ആകെപ്പാടെ വയ്യാത്തൊരവസ്ഥയാണ്. ശരിക്കും ഒന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. ആകെപ്പാടെ കൈ ഏന്തി പിടിച്ച് ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീനയ്ക്ക് ചെന്നിട്ട് വൈജയെ ഒന്ന് പിടിച്ചു കൊണ്ടുവരണമെന്നുണ്ട് കേട്ടോ. അലീന പല പ്രാവശ്യവും അത് ശ്രമിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് ചെന്ന് വൈജയെ പിടിക്കാൻ ചെന്നാൽ വൈജ സമ്മതിക്കില്ലെന്നും ദേഷ്യപ്പെടുമെന്നൊക്കെ അലീനയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അലീന അതിനൊന്നും മുതിരുന്നില്ല. വൈജ പതുക്കെ പിടിച്ച് സിറ്റ് ഔട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും അലീന മുമ്പിലേക്ക് ചെല്ലുക, പിടിച്ചെണീപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വൈജയുടെ നേരെ കൈനീട്ടി പിടിക്കാൻ തുടങ്ങുമ്പം വൈജ അലീനയെ ഒരു നോട്ടം ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പം അലീനയെ കാണുമ്പം വൈജയുടെ കൺട്രോൾ മുഴുവനും അങ്ങ് പോവുകയാണ്. വൈജ പറയാണ്, നീ ഇവിടുന്ന് പോയിട്ടില്ല അല്ലേ? നീ നാശം പിടിക്കാൻ ഇവിടെ ഉള്ളപ്പം എന്നെ കൂടെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച എന്തിനാ? ഞാൻ വേറെ വീടെടുത്ത് മാറിക്കോളാന്ന് പറഞ്ഞപ്പം ആരും സമ്മതിക്കാതിരുന്ന എവിടെയാ? നിന്റെ തിരുമുഖം കാണുന്നതേ എനിക്ക് ദേഷ്യവാ. എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോകാവോ? എന്നെ നീ പിടിക്കാനും വലിക്കാനും ഒന്നും വരണ്ട. നീ അങ്ങോട്ട് മാറി നിൽക്ക്. ശല്യം പിടിച്ചവള്. ഇവിടുന്ന് പോകുമെന്ന് വിചാരിച്ചതാ, എന്നിട്ട് പോയില്ല. ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചായിരിക്കും നീ നിന്നതല്ലേ? അതങ്ങ് സാധിച്ചില്ലല്ലേടി. അതിൻ്റെ സന്തോഷം നിന്റെ മുഖത്തുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ അവസ്ഥയിലെങ്കിലും എന്നെ കണ്ടപ്പോൾ നിനക്ക് സന്തോഷമായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അലീന പറയാണ്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനിന്ന് പ്രാർത്ഥിക്കാറേ ഉള്ളൂ. നിന്റെ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥയായി. നീ വന്നതോടുകൂടി ഈ കുടുംബത്തിലെ സമാധാനം ഇല്ലാതായി. നാശം പിടിച്ചവള് എന്ന് പറയുമ്പം അലീന അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി ഇങ്ങോട്ട് മാറ്, ഞങ്ങൾ പിടിക്കാമെന്ന് പറയാണ്. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടി പിടിക്കുകയാണ് കേട്ടോ വൈജയെ. പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് വൈജയെ. അതേസമയം രോഹിത്താണ് റൂമിൽ തന്നെയാണ്. രോഹിത് ഇറങ്ങി വരുന്നേയില്ല. അപ്പോൾ വൈജ രോഹിത്തിനെ കാണാൻ വേണ്ടി പോവാണ്. രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ രോഹിത് അവിടെ ആകപ്പാടെ വിഷമിച്ച് പുതച്ചു മൂടി കിടക്കുക. വൈജ ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? നിനക്ക് ജാമ്യം കിട്ടിയില്ലേ? നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി എന്നുള്ളത് സത്യവാ. പക്ഷെ സത്യം തെളിഞ്ഞില്ലേ? നീ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് കോടതിക്ക് ബോധ്യമായില്ലേ? അതുകൊണ്ട് പിന്നെ നീ ഇങ്ങനെ കിടക്കുന്ന എന്താ? നീ എണീക്ക് മോനെ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്ക് എന്ന് പറയാ. അപ്പോൾ രോഹിത് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വേണ്ട, എന്നോടൊന്നും സംസാരിക്കണ്ട, എന്നോടൊന്നും പറയാൻ ആരും വരികയും വേണ്ട. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. എല്ലാവരും കൂടി ചതിച്ച് എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ.
അങ്ങനെ വൈജയും റൂമിലേക്ക് പോവാണ്. അതേ സമയത്ത് വൈജയെ കാണാൻ വേണ്ടിയിട്ട് മനു വരികയാണ് കേട്ടോ. മനു വരുന്ന കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല സന്തോഷമൊക്കെ തോന്നുകയാണ്. വൈജയുടെ റൂമിലേക്ക് മനു ചെല്ലുകയാണ്. മനു ചെല്ലുമ്പം വൈജയോട് ചോദിക്കുന്നുണ്ട്, അസുഖമൊക്കെ കുറവുണ്ടോ, എങ്ങനെയുണ്ട്, വേറെ വീടെടുത്ത് പോകാൻ തീരുമാനിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നല്ലേ, ഇത് തന്നെയാണ് നല്ല തീരുമാനം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം, എന്നാലേ നിങ്ങളുടെ മക്കൾക്ക് തുണയാവുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുക, നീ എന്താ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ മക്കളോ, അലീന ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്നുള്ള കാര്യം നിനക്കറിയില്ലേ, അവള് ബാലചന്ദ്രൻ്റെ മകളാണെന്നാണ് പറയുന്നത്, എനിക്ക് ആ കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ല, ബാലചന്ദ്രൻ്റെ മകളൊന്നും അല്ലാത് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ മനു പറയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്, അല്ല ബാലചന്ദ്രനെ എനിക്ക് നേരത്തെ മുതലേ അറിയാം, ബാലചന്ദ്രന് ഇങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റൊരു പെണ്ണുമായിട്ട്, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ ഒരു മോളുണ്ടാവുള്ളൂ, ഇതിപ്പോൾ എവിടുന്ന് പൊട്ടിമുളച്ചു ഇങ്ങനൊരു മോള്, ഇത്രയും നാളും ഇങ്ങനൊരു മോളെക്കുറിച്ച് ഒരു വിവരം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അവൾ ഏതോ അനാഥാലയത്തിലാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായെന്നോളോ വിവരമൊന്നും, എന്നിട്ടിപ്പോൾ അവളെ എവിടുന്നോ കൊണ്ടുവന്നിരിക്കുന്നു, ശരിക്കും എനിക്ക് നല്ല സംശയമുണ്ട്, ഇത് ബാലചന്ദ്രൻ വേറെന്തോ ആവശ്യത്തിന് കൊണ്ടുവന്നതാണ്, എനിക്ക് പകരം ഞാനിപ്പോൾ വയസ്സായില്ലേ, എന്നോട് അയാൾക്ക് താല്പര്യമൊന്നുമില്ല, അതിന് പകരം ഒരു വെപ്പാട്ടിയായിട്ടൊരു പെണ്ണ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരിക്കും അലീനയെ, എനിക്ക് അവളെ ഈ വീട്ടിൽ നിർത്തുന്നതിനോട് ഒരു താല്പര്യമില്ല, അവൾ വീട്ടിലുണ്ടാവാൻ പാടില്ല, ഞാനോ അവളോ ഒരാൾ മതി ഈ വീട്ടിൽ എന്ന് പറയുമ്പം മനുവിന് നല്ല ദേഷ്യം വരികയാണ്. മനു പറയാ, ആൻറ്റി എന്താ ഈ പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടാണോ പറയുന്നത്, അലീന അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അലീനയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, അവളൊരു അനാഥാലയത്തിലൊക്കെ ആയിരിക്കും വളർന്നത്, പക്ഷേ അവൾക്കൊരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, ഒരു നല്ല കുടുംബത്തിൽ പെടുന്നവൾ തന്നെയാണ്, ബാലചന്ദ്രൻ്റെ മോളല്ലാന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ അലീന ഇവിടെ കൊണ്ടുവരില്ല, ബാലചന്ദ്രന് അങ്ങനെ ഒരു ചീത്ത സ്വഭാവം ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഒരിക്കലും ആൻറ്റി വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളൊന്നും, എന്തെല്ലാം മോശങ്ങളാണ് അലീനയെക്കുറിച്ച് പറയുന്നത്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലീനയെക്കുറിച്ച് പറയുകയേ ചെയ്യരുത്, എനിക്കതൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ രോഹിത്ത് മനുവിനെ കാണുന്നത്. അതേസമയം രോഹിത്ത് താഴെ ഇറങ്ങി വരുമ്പോഴേക്കും അലീന ജ്യൂസും ഒക്കെ ആയിട്ട് വരികയാണ് മനുവിനും രോഹിത്തിനുമായിട്ട്. അങ്ങനെ രണ്ട് ഗ്ലാസ് ജ്യൂസുമായിട്ട് വന്ന് അലീന മനുവിന് കൊടുക്കുകയാണ്. മനു അലീനയോട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന തലയാട്ടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് രോഹിത്തിൻ്റെ നേരെ നീട്ടുകയാണ് അലീന. ഇതാ രോഹിത്തെ, നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, ഈ ജ്യൂസെങ്കിലും കുടിക്കേ എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് രോഹിത്ത് ആ ജ്യൂസ് അങ്ങ് തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ. അത് ആ ഗ്ലാസ് താഴെ വീണൊടിഞ്ഞ് കുപ്പിച്ചില്ലുകളെല്ലാം അവിടെ വീഴാണ്. അലീനയും മനുവൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അലീനയ്ക്കാണെങ്കിൽ നല്ല വിഷമവും തോന്നുകയാണ്. മനു നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ് രോഹിത്തിനോട്. രോഹിത്തെ, നീ എന്താ ഈ കാണിച്ചത്, എന്തിനാ ഇപ്പോൾ ആ ജ്യൂസ് തട്ടിത്തെറിവിച്ചത്, ഇവിടെ മുഴുവൻ ഗ്ലാസ് പൊട്ടിച്ച് കുപ്പിച്ചില്ലായില്ലേ, എന്ത് മോശമാണ് നീ കാണിക്കുന്നത്, ഭക്ഷണം കൊണ്ടുവന്ന ഒരാൾ തരാനുള്ളത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയാം, അതോ ഇവള് ഭക്ഷണം കൊണ്ട് തന്നെന്നോ, ഇവൾ ഈ വീട്ടിലെ വേലക്കാരിക്ക് തുല്യമാണ്, ഇവൾ വേലക്കാരി തന്നെയാണ്, അവൾ ഭക്ഷണം കൊണ്ട് തരുമ്പം അവളുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാൻ ഞാനാരാ, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തട്ടിത്തെറിപ്പിച്ചു എന്ന് ധാർഷ്ട്യത്തോടു കൂടി പറയാണ് കേട്ടോ രോഹിത്. അപ്പോൾ മനു പറയാ, എന്താണ് നീ പറഞ്ഞത്, അലീനയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിനക്കറിയോ നിനക്ക് ജാമ്യം കിട്ടാൻ കാരണം അലീനയാണെന്ന് പറയാണ്. അലീന ആ സമയത്ത് ആ കുപ്പിച്ചിലുകളൊക്കെ പെറുക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് രോഹിത് പറയാണ്, അലീനയോ, അവളെന്താ ചെയ്തേ എനിക്ക് ജാമ്യം കിട്ടാൻ, ആ ശരണ്യ എന്ന് പറയുന്ന പെണ്ണ് അവൾ കോടതിയിൽ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി, അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി, അല്ലാതെ അലീന എന്ത് ചെയ്തിട്ടാ ജാമ്യം കിട്ടിയത്, എന്താ ഈ പറയുന്നത്, അത് നീ കേൾക്കണം, നീ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നീ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. നിന്റെ സഹോദരിയാണ് അലീന എന്ന് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ലല്ലോ ഇതുവരെ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഇല്ല എനിക്ക് വിശ്വാസമായില്ല, എൻ്റെ അച്ഛൻ്റെ മോളാണ് അലീന എന്ന് പറഞ്ഞു, അതിനൊരു തെളിവുമില്ല, DNA ടെസ്റ്റ് നടത്തി തെളിവുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എൻ്റെ സഹോദരിയാണെന്ന്, അല്ലാതെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മനസ്സിൽ അമ്മയെപ്പോലെ തന്നെ സംശയം ഉണർന്ന് കിടക്കുകയാണ്, അത് മാറാതെ ഞാൻ ഒരിക്കലും അലീനയെ സഹോദരിയായി കാണില്ല. അപ്പോൾ മനു പറയാണ്, നീ അങ്ങനെ കണ്ടില്ലെങ്കിലും അലീന നിന്നെ സഹോദരനായിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു കുഞ്ഞനുജനായിട്ട്, അതുകൊണ്ട് തന്നെയാണ് നിന്റെ ജീവൻ രക്ഷിക്കാനും നിനക്ക് ജാമ്യം ലഭിക്കാനും ഒക്കെ വേണ്ടി അവളുടെ ജീവൻ പോലും തകർത്ത് ഇറങ്ങി തിരിച്ചത്. അവൾ ആ ശരണ്യയുടെ വീട്ടിൽ പോയി കേണപേക്ഷിച്ച് തളർന്നു കിടന്ന ശരണ്യയെ എഴുന്നേൽപ്പിച്ച് അമ്പലത്തിലും കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് സമാധാനപ്പെടുത്തി ശരണ്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവൾ കോടതിയിൽ നിനക്ക് വേണ്ടി പറഞ്ഞത്. ഹരിയെ കുറ്റപ്പെടുത്തുകയും നീ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ശരണ്യെ വിളിച്ചു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയത് അലീനയാണ് എന്ന് പറയുക.
എന്നിട്ട് ഒരു വീഡിയോ ഫോണിൽ കാണിക്കുക. നീ ഈ വീഡിയോ കണ്ടു നോക്കുക. ഇത് അലീന ആദ്യമേ ശരണ്യയുടെ വീട്ടിൽ ചെന്നതാ. അവരുടെ വീട്ടുകാർക്ക് നല്ല എതിർപ്പായിരുന്നു. അവർ ശരണ്യയുടെ വീട്ടുകാരെ അലീനയെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വരെ ശ്രമിച്ചു. നീ നോക്ക്. എന്നിട്ടും അവൾ പിന്തിരിഞ്ഞില്ല. നിനക്ക് വേണ്ടി അവിടെ പോയി കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞാണ് ശരണ്യയെ കൊണ്ട് കോടതിയിൽ അങ്ങനെ പറയിപ്പിച്ചത്. അത് വലിയ കാര്യമല്ലേ? ഇല്ലെങ്കിൽ നീ ഇപ്പം അഴി എണ്ണിയേനെ ആ ഹരിയോടൊപ്പം. നീ ഇത് മനസ്സിലാക്കണം രോഹിത്തെ. നിന്റെ സഹോദരിയാണ് അവളെന്ന് പറയുമ്പം രോഹിത്തിൻ്റെ കണ്ണ് നിറയാണ്. അലീന എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലുമൊക്കെ സത്യം കാണുമായിരിക്കും ഇതിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യണം, DNA ടെസ്റ്റ് നടത്തണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല DNA ടെസ്റ്റ്. അതിന് ചില പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് സാവകാശം നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം നിനക്ക് വ്യക്തമാകുമല്ലോ എന്ന് പറയാണ്. അപ്പം രോഹിത്തും പറയാണ്, അപ്പോൾ എനിക്ക് മനസ്സിലാവും അലീന എൻ്റെ സഹോദരിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും. അവളോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ നിൽക്കുകയും ചെയ്യും എന്ന് പറയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.